ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വായന ദിനം ആഘോഷിക്കുന്നത്. PMBL. അപ്പോ ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥിയായി ഇവിടെ ലഭിച്ചിരിക്കുന്ന ടീച്ചർ നിഷ ടീച്ചർ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിഷ ടീച്ചറിനെ? ഇല്ല. നിഷ ടീച്ചർ വൈക്കത്ത് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. മലയാളം അധ്യാപികയാണ്. ടീച്ചറിന് സ്വന്തമായ ഒരു ചാനലുണ്ട്. അതിന് വളരെ പ്രത്യേകതകളുണ്ട്. മലയാളം അക്ഷരങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് വേഗത്തിൽ തെറ്റില്ലാതെ പഠിപ്പിക്കുന്നത് എന്നതിന് വേണ്ടി ടീച്ചർ തുടങ്ങി വെച്ച ഒരു ചാനലാണിത്. ഒരുപാട് മലയാള അധ്യാപകർ അത് നോക്കി അത് മാതൃകയാക്കാറുണ്ട്. കാരണം അതിലൂടെ ഈ നമ്മുടെ ചിഹ്നങ്ങളൊക്കെയല്ലേ നിങ്ങൾക്ക് പലപ്പോഴും തെറ്റിപ്പോവുക. അങ്ങനെ കൊച്ചുകുട്ടികളെ ഈ ചിഹ്നങ്ങളൊക്കെ എങ്ങനെ തെറ്റാതെ എഴുതാം, ചില അക്ഷരങ്ങളിൽ വരുന്ന കൂട്ടക്ഷരങ്ങളൊക്കെ എങ്ങനെയാണ് തെറ്റില്ലാതെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ കുറച്ച് നമുക്ക് ചില മാതൃകകളൊക്കെ ടീച്ചറെ കാണിച്ചു തരും. ചില സൂത്രപ്പണികളൊക്കെ കാണിച്ചു തരും ടീച്ചർ. അങ്ങനെ വളരെ മനോഹരമായിട്ട് ടീച്ചർ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് വളരെയധികം എല്ലാ മലയാള അധ്യാപകരും തന്നെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. പിന്നെ ടീച്ചർ നന്നായി വായിക്കുകയും അതൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും ഏറ്റെടുക്കുന്ന എല്ലാ രംഗങ്ങളിലും കൃത്യമായ ഒരു ആസൂത്രണത്തോടെ ടീച്ചർ മുന്നേറാറുണ്ട്. വിദ്യാരംഗത്തിന്റെ കൺവീനറായും അതേപോലെ തന്നെ ജോയിന്റ് കൺവീനറായിട്ടും എല്ലാം നിഷ ടീച്ചർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എന്റെ ഏറ്റവും അടുത്ത ഒരു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ തന്നെയായിരിക്കും ഒരു കഥ പറയുക. 5 മിനിറ്റാണ് സമയം. അങ്ങനെ നിങ്ങൾ എല്ലാവരും മാറി മാറി കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഒരു കഥ, 5 മിനിറ്റ് സമയം. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഈ നടുമുറ്റത്തൊരു കഥയുണ്ട് എന്ന പരിപാടിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും നന്നായി നിങ്ങൾ വായിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പക്ഷേ വായന വളരെ കുറഞ്ഞു വരുന്ന ഒരു സമയത്താണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കണം. നിങ്ങൾ വായിച്ച കഥ വേണം നിങ്ങൾ ഇവിടെ പറയാൻ. കേൾക്കുന്നുണ്ടോ? അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങി വെക്കുന്നത്. അപ്പോ നമ്മളുടെ ഈ സ്പീക്കർ സിസ്റ്റം, ഈ മൈക്ക് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് സാറാണ്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഇതുപോലെയുള്ള പരിപാടികൾ നമുക്ക് നടത്തുന്നതിന് വേണ്ടിയാണ്. നമുക്ക് പുറത്തു പോയി എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുക, അല്ലേ? നമ്മുടെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് തെരുവ് നാടകങ്ങളൊക്കെ അവതരിപ്പിക്കാം, സ്കിറ്റുകൾ അവതരിപ്പിക്കാം. അപ്പോഴൊക്കെ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം നമുക്കൊരു പോർട്ടബിൾ സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പൊ തീർച്ചയായും ഈ ഒരു പോർട്ടബിൾ സിസ്റ്റം നമുക്ക് ലഭിക്കുമ്പോൾ അത് നിങ്ങളുടെ പഠനത്തിന്, നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് ഒക്കെ തികച്ചും ഉപയോഗപ്രദമായ ഒന്നായി മാറണം എന്നുള്ള ഒരു നിർബന്ധം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സിസ്റ്റം ഏറ്റവും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നമ്മുടെ നടുമുറ്റത്ത് തന്നെ ഈ ഒരു പ്രോഗ്രാം കൂടുന്നതും വരും ദിവസങ്ങൾ നിങ്ങൾ കഥ പറയുന്നതുമൊക്കെ സാറ് നിങ്ങൾക്ക് വേണ്ടി തന്ന ഈ ഒരു മൈക്ക് സിസ്റ്റം കൂടി ഉപയോഗിച്ചു വരുന്നതായിരിക്കും. സാറിനെയും ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും ഞാൻ നമ്മുടെ നടുമുറ്റത്തേക്ക് സ്വാഗതം ചെയ്യും. എല്ലാ അധ്യാപകരെയും ഓഫീസ് സ്റ്റാഫിനെയും ഞാൻ ഔപചാരിക ശരിക്കും ബാങ്കിനൊരു അവസരം പോലെയാണിത്. കാരണം നിങ്ങൾക്ക് ഒരു മൈക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ മൈക്ക് സിസ്റ്റം ഞങ്ങൾക്ക് തരാൻ പറ്റിയത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ബാങ്കാണ്. ആ ബാങ്ക് മാത്രമല്ല, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഒരുപാടുള്ളൊരു ബാങ്കാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ബാങ്കാണ്. അപ്പം അങ്ങനെയുള്ളൊരു ബാങ്കിന് നമ്മുടെ കടുത്തുരുത്തിയുടെ സെൻട്രൽ തന്നെയുള്ള കടുത്തുരുത്തിയുടെ ഹൃദയഭാഗത്തുള്ള കടുത്തുരുത്തിയുടെ ഇവിടുന്ന് ഒരുപാട് നല്ല ആളുകൾ പഠിച്ചിറങ്ങി നല്ല നിലയിൽ എത്തിയ ഒരു സ്ഥാപനത്തിന് ഒരു ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണെങ്കിൽ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പല സ്കൂളിലെ പല കാര്യങ്ങളിലും എനിക്ക് വന്ന് പങ്കുചേരാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണ്. ഇവിടുത്തെ ടീച്ചേഴ്സും എച്ച്.എമ്മിൻ്റെ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണ്. ഇങ്ങനെ ഒരു സ്കൂള്, ഇത്ര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്കൂള് അല്ലെങ്കിൽ ഇത്ര പോസിറ്റീവായിട്ട് ഉള്ള ഒരു സ്കൂള് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ വന്നാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ. എപ്പോഴും വരാൻ എനിക്ക് താല്പര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്ന കുട്ടികൾ നിങ്ങളെല്ലാവരും
നല്ല നിലയിൽ പഠിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് എല്ലാവരും നല്ല നിലയിൽ എത്തണം എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം ഇന്നത്തെ കുട്ടികളുടെ നമ്മളുടെ പഠന രീതികളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളും മറ്റ് ക്ലാസ്സുകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ അത് നമ്മൾ പല രീതിയിലും ഡൈവേർട്ട് ചെയ്തിട്ട് കുട്ടികൾ പഠനത്തിലേക്ക് പോകാതെ വേറെ പല കാര്യങ്ങളിലേക്കും പോകുന്ന ഒരു സിസ്റ്റം നമുക്കിപ്പം ഉണ്ട്. അതിലൊന്നും പെടാതെ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഒരു സിസ്റ്റമാറ്റിക് പഠന രീതി നിങ്ങൾ വളർത്തിയെടുക്കണം. ആ സിസ്റ്റമാറ്റിക് പഠന രീതി വളർത്തിയെടുത്താൽ മാത്രമേ ഒരു എയിമോട് കൂടിയുള്ള ഒരു സിസ്റ്റമാറ്റിക് പഠന രീതി വളർത്തിയെടുത്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ഉന്നതിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആരാവണം, ഒരു ഡോക്ടറാവണം, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി കിട്ടണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ പഠന രീതി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഫീലായിട്ട് സമ്മതിച്ചില്ല. ഇല്ല, എൻ്റെ ബുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ സംസാരിച്ചപ്പോൾ, ഇന്നലെയല്ല 2 ആഴ്ച കൊണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികൾക്കുള്ള കുറച്ച് കഥകളൊക്കെയുള്ള നല്ലൊരു പ്രൊജക്ട്സാണിത്. അത് കൊടുക്കാനായിട്ട് സമ്മതിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. വളരെ സന്തോഷം. ഇവിടെ നിന്ന് എല്ലാവരോടും ഇങ്ങനെ നിന്നെ അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ആ ടീച്ചറെ കിട്ടിയ നിങ്ങൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. അതിൻ്റെ ഒരു കാരണം പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ മോള് ടീച്ചറിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ടീച്ചർക്കാണ്. ഇന്നും എൻ്റെ മോൾക്ക് ചില സമയങ്ങളിലെങ്കിലും എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ ടീച്ചറോടാണ്. അവളുടെ ടീച്ചർ മാത്രമല്ല, അമ്മയാണ്, അവളുടെ മെൻറ്ററാണ്. അവൾക്കൊരു പ്രശ്നം വന്നാൽ ആദ്യം ഫോൺ എടുത്ത് വിളിക്കുക ടീച്ചറെയാണ്. ടീച്ചറെ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്കൊക്കെ ചില സമയങ്ങളിൽ നിന്ന് നിലവിളിക്കും, കരയുമ്പോൾ ഓടി വിളിക്കുന്നതും ഒക്കെ ടീച്ചറാണ്. ടീച്ചറിൻ്റെ ഒരു വാക്കിലോ അല്ലെങ്കിൽ ആ സംസാരത്തിലോ അവളുടെ ടെൻഷനൊക്കെ മാറ്റി അവൾ 10ൽ നല്ല മാർക്കോട് കൂടി തന്നെയാണ് അവൾ പാസ്സായത്. അതൊക്കെ ടീച്ചറിൻ്റെ ആ അമ്മ എന്നുള്ള ഒരു വാത്സല്യവും എല്ലാമായിരുന്നു. എന്നാ ഒരു കാര്യം കൂടെ, ടീച്ചർ ഞങ്ങൾ കൊണ്ട് പറ്റിയില്ല, ഇന്നൊരു കഥ പറയാമെന്ന് വിചാരിച്ച് ടീച്ചർ എന്നെ ക്ഷണിച്ചു. ഞാൻ ഓടി വന്നതാണ്. വലിയ കഥ പറച്ചിലെ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. എങ്കിലും ഒരു കഥ പറയാം. കുറച്ച് പറയാനുണ്ടെന്ന്, പക്ഷെ മഴ വീഴുന്നത് കൊണ്ട് ഒന്ന് സ്പീഡപ്പ് ആക്കുകയാണ്. ഞാൻ ഒരു നല്ലൊരു കഥയെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് മാധവിക്കുട്ടിയുടെ ഒരു കഥ പറയാനാണ് ഉദ്ദേശിച്ചത്. അതിനു മുമ്പ് ചോദിച്ചോട്ടെ, അമ്മമാരെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അമ്മയെ പക്ഷേ നമ്മൾ രാവിലെ മുതൽ തുടങ്ങുമല്ലേ, അമ്മേ അതിങ്ങെടുത്തേ, അമ്മേ എൻ്റെ ഷർട്ട് എവിടെ, എൻ്റെ ഉടുപ്പ് എവിടെ, എൻ്റെ ബുക്ക് എവിടെ, പെൻസിൽ എവിടെ ഒക്കെ ചോദിക്കാറില്ലേ? ഇതെല്ലാം അമ്മയോടാ എല്ലാം ചോദിക്കുന്നത്. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ അമ്മയോട് ചോദിക്കാറുണ്ടെന്നെങ്കിലും അമ്മ വയറ് നിറച്ച് ആഹാരം കഴിച്ചു എന്ന്, അമ്മ ഇന്ന് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാറുണ്ടോ? പലരും ചെയ്യാറില്ല. പോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മിഠായി, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു മിഠായി, അത് വീട്ടിൽ കൊണ്ട് ഇന്ന് അമ്മേ ഇത് അമ്മ കഴിച്ചു. അങ്ങനെ കൊടുത്തവർക്ക് ഒരുപാട് സ്നേഹം അങ്ങനെ വേണം. കാരണം ജീവിതം മുഴുവനും ആ വീട്ടിൽ കിടന്ന് പൊളയുന്ന എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് കിടന്ന് അലയുന്ന ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അമ്മ ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട് അമ്മയോട്, ഇല്ലേ? ചില സമയങ്ങളിൽ ദേഷ്യപ്പെടാറുണ്ട്, ഞാൻ പെട്ടിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ ഓർക്കുമ്പോഴത്തേക്ക് അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ത്യാഗമാണ്. ആ ത്യാഗത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ഒരു കഥയുണ്ട്, മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറഞ്ഞ്. അമ്മ ഉരുകി 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 തീർന്ന ഒരു കഥയാണത്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആ കഥ? ഇല്ല. ഇവിടെ അച്ഛൻ ഒരു
ശവദാഹം തീർന്നിട്ട് ഒരു മരിച്ചടക്ക് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോരുകയാണ്. അപ്പോൾ അയാൾ അച്ഛ എന്ന് വിളിക്കാനായിട്ട് 3 പേരാ ഉള്ളത്. 3 ആൺമക്കള്. രാജനും താഴെ വീണു. പക്ഷേ ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ് ഹൃദയസ്തംഭനമായിരുന്നു. എല്ലാ പണികളും ആ സ്ത്രീയായിരുന്നു ചെയ്തിരുന്നത്. കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും, അതായത് വെള്ളം, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ അമ്മയെ ഓർക്കണം തീർച്ചയായിട്ടും ഈ പറയുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന്. കുളിക്കാനുള്ള വെള്ളം അടുക്കളയിൽ നിന്നും ചൂടുവെള്ളം ഉണ്ടാക്കി കുളിമുറിയിൽ കൊണ്ടുപോവുക, അവിടുന്ന് തിരിച്ചു വരിക, വീട്ടിലെ എല്ലാ പണികളും ചെയ്യുക, നിങ്ങളുടെയൊക്കെ ഡ്രസ്സ് ഇസ്തിരി ഇടുക. അപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. കൊള്ളാം, അമ്മ നല്ല ജോലിക്കാരിയാണ്, അത് കേൾക്കുമ്പോൾ അവൾ ചിരിക്കും. പക്ഷേ നമ്മൾ അത്രയേറെ കൊടുക്കാറുണ്ടോ അമ്മയ്ക്ക്? ആ അമ്മയ്ക്ക് അസുഖം വന്നിട്ട് പോലും മക്കളോ ആ ഭർത്താവോ തിരിച്ചറിഞ്ഞില്ല എന്നൊരു ചിന്തയുമുണ്ട്. അന്ന് വീട്ടിൽ വന്ന അച്ഛൻ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറി നോക്കുമ്പോൾ അന്ന് അവർക്കുണ്ടാക്കാൻ ചപ്പാത്തിയും കിഴങ്ങ് കറിയും തൈരും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കൂടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ള അസലും നെയ്പായസം ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭർത്താവിനാകപ്പാടെ ഒരു വിഷമം. കാരണം മരണത്തിൽ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ കഥയില് നമ്മൾ എന്തിനാണ് കഥകൾ പഠിക്കുന്നത്? ആ കഥയ്ക്കകത്ത് ഒരു മോറലുണ്ട്. നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ അവരെന്തിനാണ് എനിക്ക് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ഒരു കടലിന്റെ മുകളിൽ കടലിൽ എണ്ണ നിറം അടിച്ചിട്ട് അതിന്റെ മുകളിലൂടെ വൈറ്റ് അടിക്കുന്നത്. അത് കാരണം പിന്നെ എന്നെ എന്തിനാണ് ആവശ്യം? വൈറ്റ് ചോദിക്കുന്നത്, നീ ഒരു പൂച്ചയെ വരച്ചപ്പോൾ എന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ പൂച്ചയുടെ കണ്ണിന് കറുപ്പും മൂക്കിന് മഞ്ഞയും കൊടുത്തു. പിന്നെ എണ്ണ വെച്ച് ഒരു പടം വരയ്ക്കാൻ അവൻ ക്രയോണുകളുടെ പെട്ടി തുറന്നപ്പോഴത്തേനും ഒരുപാട് കത്തുകൾ അവൻ അവിടെ കണ്ടു. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ചുമന്ന ക്രയോണാണ്. ചുമന്ന ക്രയോൺ പറയുന്നത്, നീ എല്ലാത്തിനും എണ്ണയാണ് ഉപയോഗിക്കുന്നത്, നീ ഉപയോഗിച്ച് ഞാൻ ഇല്ലാതാവാറായി. അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പച്ച ക്രയോണാണ്. പച്ച ക്രയോൺ പറയുന്നത്, നീ എന്തിനാണ് ഭീമാകാരമായ ജീവികളായ ഡൈനോസറുകൾക്കും മുതലകൾക്കും എല്ലാം എന്ത് നിറം കൊടുക്കുന്നത്? അടുത്ത ക്രയോൺ മഞ്ഞയാണ്. മഞ്ഞയും ഓറഞ്ചും കൂടി ഒരു കത്താണ് അയച്ചിരിക്കുന്നത്. ഞങ്ങളിൽ ആരാണ് സൂര്യന്റെ യഥാർത്ഥ നിറം? അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ബ്രൗൺ ആണ്. ബ്രൗൺ ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്നെ ലൈറ്റ് ബ്രൗൺ എന്ന് വിളിക്കുന്നത്? ഞാൻ എന്നെ ലൈറ്റ് ബ്രൗൺ എന്ന് വിളിച്ചാലും എന്നെ കാണാൻ കറക്റ്റ് ബ്രൗൺ പോലെ തന്നെ. കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഒരു പോർട്ടബിൾ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്കിറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. അത് തന്നെയല്ല, എല്ലാ ദിവസവും നമുക്കൊരു റേഡിയോ പ്രോഗ്രാം പോലെ നടത്തുന്നതിനും, ഇപ്പോൾ നടുമുറ്റത്തൊരു കഥയുണ്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, എല്ലാ ദിവസവും 5 മിനിറ്റ് കുട്ടികളൊരു കഥ പറയുന്നു. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നതിന് തീർച്ചയായും ഈ ഒരു പോർട്ടബിൾ മൈക്ക് സിസ്റ്റം ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പേര് ബാങ്കിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിച്ചു. കുട്ടികളെല്ലാവരെയും സംഘടിപ്പിച്ച് വായനാ ദിനത്തിൽ അത് നടത്തി എല്ലാവർക്കും നല്ലൊരു ബാങ്കിന് പ്രത്യേകിച്ച് ഒരു നല്ലൊരു അവസരമായിരുന്നു. അത് സ്കൂളിനും വളരെ ഉപകാരമായ കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെയേറെ കാര്യം ചെയ്യാൻ സാധിച്ചത് നമുക്ക് വളരെയേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കടുത്തിരുത്തി ഗവൺമെൻറ് സ്കൂളിലെ HM ബാങ്കിൽ വന്നൊരു കാര്യം പറഞ്ഞപ്പോൾ പോർട്ടബിൾ സൗണ്ട് സിസ്റ്റം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബാങ്കിൽ വളരെയേറെ സന്തോഷം തോന്നി. അതുപ്രകാരം തന്നെ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാൻ പറ്റി.
കുട്ടിയുടെ പേര് അപ്പു എന്നാണ്. ഞാൻ ഇങ്ങനെ ഒരു